കൊച്ചുവെളുപ്പംകാലത്ത് ഈ കുഞ്ഞി പെമ്പിള്ളാരും കൊണ്ട് നമ്മൾ നേരെ പോകുന്നത് വണ്ടാലയിലേക്കാണ്. 5:15 പാലരുവി പിടിച്ചിട്ടുണ്ട്. അങ്ങനെ നേരെ നമ്മൾ എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനാണ് ഇറങ്ങിയത്. ഒരാൾക്ക് ടിക്കറ്റ് നിരക്ക് വരുന്നത് വെറും 60 രൂപയാണ്. അങ്ങനെ നമ്മൾ കയ്യിലുണ്ടായിരുന്ന ഫുഡൊക്കെ ഷെയർ ചെയ്ത് കഴിച്ചതിന് ശേഷം നമ്മളൊരു ഊബർ എടുത്ത് നേരെ പോകുന്നത് വണ്ടാലയിലേക്കാണ്. നേരത്തെ തന്നെ ഓൺലൈനായിട്ട് നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ആരുടെയെങ്കിലും ബർത്ത്ഡേ മാസമാണ് പോകുന്നതെങ്കിൽ നമുക്ക് ഓഫർ കിട്ടും. ഒരു ഫുൾ ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ ഒരാൾക്കും കൂടി കയറാൻ പറ്റും കേട്ടോ. അങ്ങനെ നമ്മുടെ നിളക്കുട്ടൻ്റെ ബർത്ത്ഡേ മാസം ആയതുകൊണ്ട് തന്നെ എനിക്കും നിളക്കുട്ടനും ഒരു ഫുൾ ടിക്കറ്റ് മതിയായിരുന്നു. അങ്ങനെ നമ്മൾ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ചെക്കിങ്ങിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ബാഗിൽ ഫുഡ് ഐറ്റംസ് ഒന്നും പാടില്ല കേട്ടോ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരത് മാറ്റി വെച്ചിട്ട് ഒരു പ്രത്യേക ടോക്കൺ തരും. അങ്ങനെ ടൈം കുറച്ചും കൂടി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് പോകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ നമ്മളൊരു ലോക്കർ എടുത്ത്, ലോക്കറിന് വിലയാവുന്നത് 350 രൂപയാണ്. വളരെ ചെറിയ ലോക്കർ ആയതുകൊണ്ട് തന്നെ ലഗേജുകൾ വളരെ അധികം ഒന്നും കയറില്ല. അപ്പോൾ അതുകൂടി ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ആദ്യം ചെല്ലേണ്ടത് ലാൻഡ് സ്ലൈഡാണ്. മാക്സിമം അതൊക്കെ എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം ഒരു ഉച്ചയോട് കൂടി തന്നെ ഫുഡ് കഴിക്കാൻ വന്നു. ഈ ഒരു കാര്യത്തിൽ മാത്രമേ ഉള്ളായിരുന്നു കേട്ടോ ഒരു ചെറിയൊരു വിഷമം. കാരണം ഞങ്ങളൊരു ചിക്കൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. ഞങ്ങൾക്ക് ആർക്കും അത്ര തന്നെ ഒന്നും ഇഷ്ടപ്പെട്ടിരുന്നില്ല കേട്ടോ. ഈ ചിക്കനൊക്കെ വെറുതെ വേവിച്ചിട്ടിരിക്കുന്നത് പോലെ തന്നെ ഒരു ഫീൽ ചെയ്തു. ഉച്ചയോടുകൂടി നമ്മൾ പൂള് പരിപാടിയൊക്കെ കഴിഞ്ഞു, എൻജോയ് ചെയ്തു മാക്സിമം. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ തിരിച്ച് ഊബർ എടുത്തിട്ട് നമ്മൾ തിരിച്ച് ഇറങ്ങിയിരിക്കുകയാണ്. ഒരു 5-10 മിനിറ്റ് ലാഗായി കേട്ടോ. നല്ല ട്രാഫിക്കായിരുന്നു. അങ്ങനെ നമ്മുടെ ഊബറൊക്കെ എടുത്ത് നമ്മൾ വീണ്ടും തിരിച്ചു പോവുകയാണ്. വീണ്ടും 5:15 പാലരുവിയിൽ തന്നെ നമ്മൾ റിട്ടേൺ പോവുകയാണ്. അത് കറക്റ്റ് 7:15 കേട്ടോ നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന്. അങ്ങനെ മാക്സിമം എൻജോയ് ചെയ്തു. ഇനി ഓൺലൈനായിട്ട് നിങ്ങൾ ടിക്കറ്റ് എടുക്കുന്നതിനുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെങ്കിൽ എനിക്ക് DM ചെയ്യണേ.